പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ വിശ്വസ്തദാസനായ തോബിയാസിനെ യാത്രാ സഖാവായി വിശുദ്ധ റഫായേൽ മുഖ്യദൂതനെ നിയോഗിച്ച അങ്ങ് അയോഗ്യദാസരായ ഞങ്ങൾക്കും ആ മഹാമാലാഖയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ നിത്യരക്ഷയും പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 11, 1 മുതലുള്ള വാക്യങ്ങൾ. യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി. അവൻ രഘുവേലിനും അവന്റെ ഭാര്യ എദ്നായ്ക്കും മംഗളം നേർന്നു. യാത്ര ചെയ്ത് അവൻ നിനിവേക്ക് അടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏതു നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. മത്സ്യത്തിന്റെ കയ്പ കൂടി എടുത്തുകൊള്ളൂ. അവർ പോയി. നായ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ വരുന്നു, അവനോടുകൂടെ പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. വലിയ തോബിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തിയ വിശുദ്ധ റഫായേൽ മാലാഖയെ, അങ്ങ് ദൈവദൂതനാകയാൽ ഞങ്ങളുടെ ശാരീരികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ റഫായേൽ മാലാഖേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറായിക്ക് കൊച്ചു തോബിയാസിനെ വരനായി കൊടുത്ത വിശുദ്ധ റഫായേൽ മാലാഖയെ, വിവാഹപ്രായമായി നിൽക്കുന്ന യുവതീ യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധൂവരന്മാരെ ഏർപ്പെടുത്തി കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ റഫായേൽ മാലാഖേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായെയും തോബിയാസിനെയും സംരക്ഷിച്ച ശക്തനായ വിശുദ്ധ റഫായേൽ മാലാഖയെ, ഞങ്ങളെ പിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ റഫായേൽ മാലാഖേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തോബിയാസിന്റെ കുടുംബത്തെ പ്രാർത്ഥനയിൽ വളരുവാൻ സഹായമരുളിയ വിശുദ്ധ റഫായേൽ മാലാഖയെ, ശരിയായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ റഫായേൽ മാലാഖേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ വാത്സല്യത്താൽ മനുഷ്യഗണത്തിന് സഹായികളായി മാലാഖമാരെ അങ്ങ് നിയോഗിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഉത്തമ സ്നേഹിതനായ വിശുദ്ധ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം വഴി ഇവിടെ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പൂജ്യപാദങ്ങളിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ കനിവോടെ കേട്ടരുളേണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസമക്ഷം സമർപ്പിക്കുന്നവനും ഞങ്ങളുടെ നന്മയിൽ അതീവ തൽപരനുമായ വിശുദ്ധ റഫായേൽ മാലാഖയെ, അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥ്യം മൂലം ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ ഇടവകയ്ക്കും കൈവന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അങ്ങയുടെ എളിയദാസരായി ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. ആമേൻ.
ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.